എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്നത്തെ റെസിപ്പി എന്നാണെന്നറിയാവോ? ഗൺ പൗഡർ. ഗൺ പൗഡർ എന്ന് കേട്ട് ഞെട്ടുമൊന്നും വേണ്ട കേട്ടോ. ഗൺ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഡലിയുടെയും ദോശയുടെയും ഒക്കെ മേലെ വിതറുന്ന ഒരു സ്പെഷ്യൽ പൊടിയാണ് കേട്ടോ. ആ പൊടി ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പൊടിയാണ്. നമുക്കത് വറുത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യ സന്ദർഭങ്ങളിൽ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇത് ഇഡലി ദോശയൊക്കെ നല്ല ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ദോശയുടെ ഒക്കെ മേളിൽ ജസ്റ്റ് ഈ പൊടി ഒരു ഇച്ചിരി ഒന്ന് വിതറി കൊടുത്ത് ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഓക്കെ, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് നോക്കിയാലോ ഇഡലിയുടെയും ദോശയുടെയും മേളിലിടുന്ന ആ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിന് എന്താ പറയുക, പൊടി ഇഡലി, പൊടി ദോശ എന്നൊക്കെ പറയും. ആ പൊടിക്ക് വേറൊരു പേര് പറയും ഗൺ പൗഡർ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ. ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു കപ്പിൽ, ഇതൊരു 100 ഗ്രാം വരും ഈ ഒരു കപ്പിൽ കേട്ടോ. ഈ ഒരു കപ്പിൽ ഒരു 100 ഗ്രാം തുവരപ്പരിപ്പ്, 100 ഗ്രാം ഉഴുന്നുപരിപ്പ്, ഒരു 50 ഗ്രാം മല്ലി, മറ്റേ ഹോൾ മല്ലിയില്ലേ, ഹോൾ മല്ലി, പിന്നെ ഒരു 100 ഗ്രാം കടലപ്പരിപ്പ്, പിന്നെ ഇങ്ങോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 8-9 ചില്ലി, മറ്റേ നമ്മുടെ ഉണക്കമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ടീസ്പൂൺ കായം. പിന്നെ ഇത് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയോ? നമ്മൾ നന്നായിട്ട് വറുത്തിട്ട് ഇത് ഉപ്പും ചേർത്ത് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കും കേട്ടോ, മിക്സിയിലിട്ട്. ആദ്യം ഇതെല്ലാം കൂടെ നന്നായിട്ട് വറക്കാം നമുക്ക്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ടേ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം പാൻ ഇച്ചിരി കൂടുതൽ ചൂടായിപ്പോയി. ഞാൻ ഈ പാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കട്ടെ. ആദ്യം നമുക്ക് ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ്, നമ്മുടെ കടലപ്പരിപ്പ്, തുവരപ്പരിപ്പ്, ഇത് മൂന്നും കൂടി ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാൻ പോവാണേ. തുവരപ്പരിപ്പ് ഇത് മൂന്നും കൂടി ഇട്ട് നമ്മൾ നല്ല ചുവക്ക വറുത്തെടുക്കും കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്ത് വറക്കുക. ഇത് നന്നായിട്ട് നമുക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അടുത്ത സാധനങ്ങൾ വറുത്തെടുക്കാമേ. ഇനി നമുക്ക് മല്ലി, വറ്റൽമുളക്, ജീരകം, കറിവേപ്പില, ഇത്രയും സാധനം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ടേക്കാം, നല്ല ടേസ്റ്റാണ് കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലേ. അപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം പരിപ്പുകളെല്ലാം കൂടെ ഫ്രൈ ചെയ്യാനായിട്ട് എനിക്ക് ഏകദേശം ഒരു 3-4 മിനിറ്റ് എടുത്തു കേട്ടോ. അപ്പം നിങ്ങൾ അത്രയും സമയം തന്നെ നിങ്ങൾക്കും എടുക്കും. അപ്പം നല്ലതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ നോക്കണം. ഇനി ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് തോന്നുന്നേ. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടേ അതിലേക്ക് ഞാനൊരു ഇച്ചിരി കായവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ചൂട് പോകുന്നത് വരെ, അതിൽ ഓൾറെഡി പാത്രം ചൂടാണല്ലോ, അപ്പോൾ പാത്രത്തിന് ചൂട് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാമേ. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് തണുത്തിട്ട് നമ്മളിതെല്ലാം നല്ല ഭംഗിയായിട്ട് പൊടിച്ചെടുക്കും കേട്ടോ. പൊടിക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് നമ്മൾ ചേർക്കും. അതായത് ആവശ്യത്തിന് ഉപ്പ്, എനിക്ക് തോന്നുന്നു ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിന് മതിയാവുമെന്ന് തോന്നുന്നു. ഞാനത് ചേർത്തിട്ട് പറയാമേ. നന്നായിട്ട് ഇത് തണുത്ത് കേട്ടോ. നമ്മൾ വറുത്ത് വെച്ചിരുന്നെല്ലാം തണുത്തു. ഇത് നമുക്ക് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ പൊടി ഇഡലി ഉണ്ടാക്കാനായിട്ട് ഉള്ള ഇഡലിയിൽ നിന്ന് ആവി വരുന്ന കണ്ടോ, നല്ല സോഫ്റ്റ് ഇഡലിയാണ് കേട്ടോ. ആവി പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കളർ കേട്ടോ. നല്ല ഇതിപ്പം ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഒരു സെപ്പറേറ്റ് കളറാണ്, പക്ഷേ എനിക്ക് നേരെ കാണുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് അറിയോ, ഒരു ലൈറ്റ് പിങ്ക് കളറാണ്. ലൈറ്റ് പിങ്ക്, ലൈറ്റ് റോസ്, ആ ഒരു കളറില്ലേ, ആ ഒരു കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പ് മതി, കറക്റ്റാണ് കേട്ടോ. നല്ല പൗഡർ പോലെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലൊരു കുപ്പിയിലേക്ക് മാറ്റാവേ. ആ ഇഡലിയുടെ ചൂട് മാറാത്തതുകൊണ്ടേ ഞാൻ ഓർത്തൊരു ദോശ അങ്ങ് ചുട്ട് നോക്കാവുന്ന, നല്ലൊരു പൊടി ദോശ അങ്ങോട്ടായിക്കോട്ടെ. നമുക്ക് കല്ലിലേക്ക് മാവൊഴിച്ച് കൊടുക്കാം. അധികം ഞാൻ പരത്തണില്ല കേട്ടോ, ജസ്റ്റ് ഒരു ചെറിയ റൗണ്ട് മതി നമുക്ക്. അതൊന്നായി വരട്ടെ. നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, കുറച്ച് ചെറിയ തീയിലാണ് ഞാൻ ഇട്ടിരിക്കണതേ. ദോശ നന്നായിട്ട് കുക്കായി കേട്ടോ. ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടില്ല. ഞാനിനി അതിൻ്റെ മേലെ ഇച്ചിരി പൊടി വിതറി കൊടുക്കട്ടെ. നല്ല എരിവാണ് കേട്ടോ പൊടിക്ക്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ആ മിക്സിയിൽ നിന്ന് തന്നെ നേരെ എടുക്കുക. എനിക്ക് ഭയങ്കര എന്താ പറയുക, എക്സൈറ്റഡ് ആയിപ്പോയി കണ്ടിട്ട്. പിന്നെ ഒരു ഇച്ചിരി നെയ്യും കൂടെ നമ്മൾ അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട്, ഞാൻ ഒറ്റ ദോശയെ ചുടുന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമുക്ക് ആ പൊടി നമുക്ക് ഇഡലിയിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്യാമേ.
പൊടി ഇഡലി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ, ഇതിൽ എന്നാ പറയുന്നത്, കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഈ പൊടി നേരെ ആ എണ്ണയിലേക്കോ അല്ലെങ്കിൽ നെയ്യിലൊക്കെ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഈ ഇഡലി അതിനകത്തിട്ട് റോൾ ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഞാൻ നമുക്ക് ഇഷ്ടമുള്ള രീതി പല രീതി ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 2 ഇഡലി നമുക്ക് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് മേലെ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. കണ്ടോ, പൊടി ഇഡലി. നമുക്കിനി ഒരു 2 ഇഡലി ആദ്യം ഈ പൊടിയിൽ കുറച്ച് നെയ്യൊക്കെ മിക്സ് ചെയ്തിട്ട് അതിലിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, നേരെ ഞാൻ 1 ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു കുറച്ച് നെയ്യ്, അതായത് 1 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ട് നന്നായിട്ട് ഒരു 1.25 ടീസ്പൂൺ നെയ്യ് എടുത്ത് അത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഇഡലി അതിലിട്ട് റോൾ ചെയ്തെടുക്കണം. ഇതല്ലാതെ മുക്കി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പം ചമ്മന്തിയൊക്കെ കഴിക്കുകയല്ലേ, അങ്ങനെ കഴിക്കേണ്ടവർക്ക് അങ്ങനെ ഇടാം. കണ്ടോ, അതെ ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട്. ഇഡലി ഭയങ്കര സോഫ്റ്റ് ഇഡലിയാണ് കേട്ടോ. ഇഡലിയുടെയും ദോശയുടെയും മാവ് അരയ്ക്കുന്ന രീതി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 3:1:1 എന്നുള്ളൊരു റെസിപ്പി നമ്മൾ യൂട്യൂബിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇതേ കണ്ടോ, ഇതാണ് നമ്മുടെ പൊടി ദോശയും പൊടി ഇഡലിയും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തേക്കാം. കണ്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള പൊടി ദോശയും പൊടി ഇഡലിയും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഈ പൊടി ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു 3 മാസക്കാലത്തോളം ഒരു കുഴപ്പമില്ലാതെ അത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഒരു ടേസ്റ്റിന് ഒരു ചെറിയൊരു ഡിഫറൻസ് വേണം, എന്നും സാധാരണ ദോശയൊക്കെ കഴിച്ചു മടുത്തു അങ്ങനെയുള്ളപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഗൺ പൗഡറിന്റെ റെസിപ്പി കണ്ടല്ലോ അല്ലേ? പൊടി ദോശ, പൊടി ഇഡലി. ഇനി ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇനിയിപ്പോൾ ആർക്കും യാതൊരു സംശയമില്ലല്ലോ. ഇത് ഉണ്ടാക്കി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 3 മാസത്തോളം ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഇത് എല്ലാവരും സമയം കിട്ടുമ്പോഴത്തേക്കും ഇത്ര പണിയല്ലേ ഉള്ളൂ. ഇത് വലിയ കാര്യമൊന്നുമല്ലല്ലോ. ഇതൊക്കെ ഒന്ന് വറുത്ത് പൊളിച്ച് വെക്കുക. എന്തെങ്കിലും ഇതുപോലെ ആവശ്യങ്ങളോ ഗസ്റ്റോ ആരെങ്കിലും ഒക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി കൊടുക്കുക, അല്ലെ തന്നെ ഉണ്ടാക്കി കഴിക്കുക. ചിലപ്പം എന്നും ഈ പറയുന്ന പോലെ സെയിം ടൈപ്പുള്ള ദോശ, സെയിം ടൈപ്പുള്ള ഇഡ്ഡലിയൊക്കെ കഴിച്ച് മടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി കഴിയുമ്പം ഒരു സന്തോഷം അല്ലേ. അപ്പം ദോശയുടെ ഇഡലിയുടെ മാവ് അരയ്ക്കുന്ന കൺസിസ്റ്റൻസി എങ്ങനെയാണ്, കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, 3:1:1. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ആ രീതിയിൽ മാവരച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കി നോക്കുക. അതിന്റെ മേലെ ഒരു ഇച്ചിരി ഗൺ പൗഡർ വിതറിയിട്ട് ഒന്ന് കഴിച്ചു നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്